Revelation chapter 17 verse 1. കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു. മതി. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു. സ്തോത്രം. ഇതാരാണെന്ന് നമ്മൾ കണ്ടിരുന്നു. സ്തോത്രം. ഈ 16-ാം അധ്യായത്തിൽ കലശം 7 കലശമുണ്ട്. ആ കലശം ഒരിക്കപ്പെടുവാൻ നിയോഗിക്കപ്പെട്ട ദൂതന്മാരാണ്. അവരെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് 15-ാം അധ്യായത്തിലാണ്. 15-ാം അധ്യായത്തിൽ സ്തോത്രം അതിന്റെ 5 മുതലുള്ള വാക്യത്തിലാണ്. സ്വർഗത്തിലെ സാക്ഷ്യ കൂടാരമാകുന്ന ദൈവാലയം തുറന്നപ്പോൾ 7 ബാധയുള്ള 7 ദൂതന്മാർ ശുദ്ധവും ശുഭ്രവുമായ ശണവസ്ത്രം ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയതുമായ 7 ദൂതന്മാർ ദൈവാലയത്തിൽ നിന്ന് പുറത്തു വന്നു. 4 ജീവികളിൽ ഒന്ന് ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന 7 ദൂതന്മാർക്ക് കൊടുത്തു. ആ പൊൻകലശത്തിൽ ജീവനുള്ള ദൈവത്തിന്റെ ക്രോധമായിരുന്നു. സ്തോത്രം. ആ ദൂതന്മാരിൽ ഒരു ദൂതനാണ്. അതിലൊരു ദൂതൻ യോഹന്നാൻ അപ്പോസ്തലനോട് പറയുന്ന കാര്യമാണ് ഇപ്പോൾ വായിച്ചത്. സ്തോത്രം. ഭൂമിയിലെ അവിടെ തുടർന്ന് വായിക്കുന്നത് എന്നോട് സംസാരിച്ചു, വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത തന്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യ. ഇന്നലെ ഞാനിത് അല്പമായിട്ട് ചിന്തിച്ചു, എന്നാലേ അത്രത്തോളം ദൈവമക്കൾക്ക് അത് ഗ്രഹിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടൊന്ന് ഓടിച്ച് ആ ഭാഗം വാക്യമായിട്ടൊന്ന് പറഞ്ഞു വിടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കാം. ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്തു എന്ന് പറഞ്ഞാൽ, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ 12-ന്റെ 9-ാമത്തെ വാക്യം നോക്കിയേ. 12-ന്റെ 9-ാമത്തെ വാക്യം. സ്തോത്രം. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. മതി. അപ്പം ഭൂമിയിലെ രാജാക്കന്മാരോട് എന്ന് പറഞ്ഞാൽ സർവ്വജനത്തോടും വേശ്യാവൃത്തി ചെയ്തു എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഈ 12-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഭൂതലത്തെ മുഴുവനും ജീവനുള്ള സത്യദൈവമാകുന്ന യേശുക്രിസ്തുവിൽ നിന്നും വശീകരിച്ച് തെറ്റിച്ചു കളഞ്ഞ, സത്യദൈവമാകുന്ന യേശുക്രിസ്തുവിൽ നിന്നും വശീകരിച്ച് തെറ്റിച്ചു കളഞ്ഞ പിശാചും സാത്താനുമെന്ന സർപ്പമായ പഴയ പാമ്പിന്റെ ഭൂമിയിലെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ അതിന്റെ തലസ്ഥാനമാണ്, അതിന്റെ ആസ്ഥാനമാണ്. സ്തോത്രം. ആ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കുള്ള ന്യായവിധി ഞാൻ നിന്നെ കാണിച്ചു തരാം എന്നാണ് പറയുന്നത്. 1-ാമത്തെ വാക്യം. വേശ്യാവൃത്തി എന്ന് പറഞ്ഞാൽ, സ്തോത്രം, എന്തായിരിക്കും അവിടെ പറയുന്നത്? എല്ലാ പാപ സ്വഭാവങ്ങളാലും, സ്തോത്രം, ആഡംബരത്താലും ദുഷ്ടതയാലും, ഒന്നുകൂടെ പറഞ്ഞാൽ ജഡമോഹത്താലും കൺമോഹത്താലും ജീവനത്തിന്റെ പ്രതാപത്താലും വിഗ്രഹാരാധനയാലും, അടുത്ത ആ വാക്യം നോക്കിയേ, മത്തരാക്കി. 2-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിയേ. സ്തോത്രം. ഭൂവാസികളെ മത്തരാക്കിയവളായി. നോക്കണം. വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ, സർവപാപ, സർവമ്ലേച്ഛത, സർവ അശുദ്ധി, സർവ ദുഷ്ടത കൊണ്ടും അതിന് ഇഷ്ടം കൊടുത്ത് അതിന് താല്പര്യമാക്കി, സ്തോത്രം, ചിലരുണ്ടല്ലോ പാപം ചെയ്യുവാൻ അവരെ പിശാചങ്ങ് മത്തരാക്കിയിരിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ കാണുന്നു. സ്തോത്രം. 2 പേരെ കേരളത്തിൽ തിരുവോണത്തിന്റെ ദിവസം വെട്ടിക്കൊലപ്പെടുത്തി. അതിൽ ഒരാള്, സ്തോത്രം, ഒരു ക്രിമിനൽ തന്നെയാണ്, പരോളിൽ ഇറങ്ങി ചെയ്ത പ്രവൃത്തിയാണ്. അപ്പോൾ ഓൾറെഡി കുറ്റവാളിയാണ്. കുറ്റം ചെയ്തിട്ട് ദൈവത്തെ എതിരിക്കുന്ന പോലെ പാപം കണ്ടിട്ട് തൃപ്തി വരാത്തവണ്ണം പിശാചിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നോക്കണം. സർവം മ്ലേച്ഛത കൊണ്ടും മനുഷ്യനെ മത്തരാക്കി. സ്തോത്രം. ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് കാണാൻ പറ്റും, കുഞ്ഞുങ്ങൾ പ്രത്യേകമായി ഈ മൊബൈലിനൊക്കെ അഡിക്റ്റായി അവരെ അങ്ങ് മത്ത് പിടിപ്പിച്ചിരിക്കുക. അതായത് മദ്യം ഒക്കെ കഴിക്കുമ്പോൾ തലയ്ക്ക് മത്ത് പിടിക്കുന്നത് പോലെ അവരതിനങ്ങ് അഡിക്റ്റായിരിക്കുക. മത്തരാക്കി, വശീകരിച്ച്, അല്ലെങ്കിൽ ആകർഷിച്ച്, പ്രലോഭിപ്പിച്ച്, ടെംപ്ടേഷൻ കൊടുത്ത്, സ്തോത്രം, എന്ത് ചെയ്തു? മത്തു പിടിപ്പിച്ച എന്നായിരിക്കുന്നത്. അങ്ങനെ പിശാച് ചതിച്ച
വലിയൊരു കൂട്ടം ജനസമൂഹം, അവരെ ഒറ്റ വാക്കിൽ പറഞ്ഞിരിക്കുകയാണ് പെരുവെള്ളം. പെരുവെള്ളം നോക്കണം, പെരുവെള്ളം പോലെയുള്ള ജനസമൂഹം. അതിന്റെ 17-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നോക്കിക്കാട്ടെ. 17-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. ഈ വാക്യത്തെ നിങ്ങൾ നോക്കി 1 by 1 ആയിട്ട് ഞാനൊന്ന് പറഞ്ഞു വിടാൻ, ഒത്തിരി ചരിത്രമൊന്നും പറയാതെ നമുക്ക് അത്യാവശ്യമുള്ളത് അതിൽ നിന്ന് ഞുള്ളിപ്പെറുക്കിയെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 15-ാമത്തെ വാക്യം. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും ദേശീയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്ര. നിർത്തണം. അപ്പം ഇവിടെ 2-ാമത്തെ വാക്യത്തിൽ, 17-ന്റെ 2-ാമത്തെ വാക്യത്തിൽ പെരുവെള്ളത്തിന് മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി. അപ്പൊ പെരുവെള്ളത്തിന് മീതെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ വെള്ളത്തിന്റെ മീതെ ഇരിക്കുകയല്ല, അത് സാദൃശ്യമായി നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ആ പെരുവെള്ളം എന്താണ്? വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും ആയ വലിയ ഒരു കൂട്ടം ജനസമൂഹം, അവരെയാണ് പെരുവെള്ളം എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള ജനസമൂഹത്തെ വശീകരിക്കപ്പെട്ട് ഈ ദുഷ്ടനെ, പിശാചിനെ ആരാധിക്കുന്ന സാത്താന്റെ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയ ബാബിലോൺ, അടുത്ത വാക്യം അങ്ങനെയാണ്, ബാബിലോണിന്റെയും ന്യായവിധിയെ ഞാൻ കാണിച്ചു തരാം എന്ന് ദൂതൻ യോഹന്നാനോട് പറഞ്ഞു. നോക്കിയ 2-ാമത്തെ വാക്യം, പെരുവെള്ളത്തിന് മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ വലിയ ലോകത്തിന്റെ എല്ലാ ദിക്കിൽ നിന്നും പിശാച് വശീകരിച്ച്, നമുക്കറിയാം പിശാച് എല്ലായിടത്തും ഊമ വിഗ്രഹങ്ങളെ ആരാധിപ്പിച്ചു, സ്തോത്രം, ദൈവമല്ലാത്തവയെ കൊണ്ട് വിവിധ ജാതിയായി വിവിധ മതമായി, അപ്പോൾ തന്നെ ദൈവമില്ലാത്തവരായി, നിരീശ്വരവാദികളായി, യുക്തിവാദികളായി, ഇതെല്ലാം പിശാചിന് അടിമപ്പെട്ടു പോയതാണ്. ഒരു കാലത്ത് നാമും അങ്ങനെയായിരുന്നു, നമ്മളെ കുറിച്ചും അങ്ങനെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അപ്പൊ നമ്മളും പാപത്തിന് അടിമപ്പെട്ട് പിശാചിന ചതിക്കപ്പെട്ടു പോയവരാ. പണ്ട് ഭയമാ, എക്സാമിന് പോകുമ്പോൾ ഒരു 50 പൈസ കുരിശുമൂട്ടിൽ ഇടണമെന്ന്, അല്ലെങ്കിൽ കാണിക്കം ഇടണമെന്ന്, അല്ലെങ്കിൽ ഇതൊക്കെ സ്തോത്രം അമ്പലമൊന്നില്ല, വേറെ ഇന്നടമൊന്നില്ല, നമ്മളെ വശീകരിച്ച് പോയ വിഷയങ്ങളാ. പാപം ചെയ്താൽ നമുക്ക് കുറ്റബോധമില്ലാത്തത്, പിതാവിനെയോ മാതാവിനെയോ വേദനിപ്പിച്ച കുറ്റബോധമില്ലാതെ, ഇതെല്ലാം പിശാച് വശീകരിച്ചിരിക്കുക. ഈ വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ഒരു വ്യക്തിയോട് കോപിച്ച് സംസാരിക്കുമ്പോൾ പോലും അതിന്റെ പിന്നിൽ പിശാചിന്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യിക്കും, ഏത് കാര്യം അവൻ അതിനകത്ത് പിശാചിനൊന്ന് ഇടപെടണം. സ്തോത്രം, എന്തെങ്കിലുമൊക്കെ പിശാചിനകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കും. കർത്താവിനോട് കൂടെ പത്രോസ് നിൽക്കുമ്പോൾ സ്തോത്രം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പിതാവിന്റെ ആത്മാവിൽ പറഞ്ഞ പത്രോസിനെ അല്പം കഴിഞ്ഞപ്പോ പറയുകയാണ്, നിനക്കിങ്ങനെ സംഭവിക്കരുതെന്ന് പറഞ്ഞ് അവനിൽ സാത്താൻ സ്വാധീനം ചെലുത്തുവാനിടയായി. കർത്താവ് പറഞ്ഞ്, സാത്താനെ എന്നെ വിട്ടു പോ. അപ്പോൾ യേശുവിനോട് അടുത്ത് മുഖാമുഖമായി നിൽക്കുമ്പോൾ പിശാചിന് അങ്ങനെ ചെയ്യുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മെ എത്രമാത്രം സ്വാധീനിക്കും. അങ്ങനെ ലോകത്തിലുള്ള സർവരെയും വലിയ ഒരു ഗണം കൂട്ടരെ സ്വാധീനിച്ച് വശീകരിച്ച് അവനെ ആരാധിക്കുന്നവരാക്കി. അന്നൊക്കെ അവന് നേരിട്ടല്ല ആരാധിപ്പിച്ച, ഇന്നെന്നാൽ സാത്താന്റെ സഭ വരെയായി, നേരിട്ട് പിശാചിനെ ആരാധിക്കുന്ന സഭ വരെയായി. അപ്പം ലജ്ജ കൂടാതെ ഞങ്ങൾ സാത്താനെ ആരാധിക്കുന്നു എന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ അവസ്ഥയിലേക്ക് നാം വന്നു. അപ്പോൾ നാം എത്രമാത്രം കർത്താവിന്റെ വരവിനോട് അടുത്തു, ലോകത്തിന്റെ അന്ത്യത്തോട് അടുത്തുവെന്ന് നാം തന്നെ പരിശോധിക്കണം. സമയം അടുക്കും തോറും നാം അധികം ജാഗ്രതയുള്ളവരായി, അധികം വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ദാഹിക്കണം. സ്തോത്രം. ഇവിടെ നോക്കണം, അങ്ങനെ പെരുവെള്ളം എന്ന് പറഞ്ഞത് വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷക്കാരും അതിന്റെ മുകളിൽ ഇരുന്നു കൊണ്ടാണ്, അതിന്റെ പിൻബലത്തിലാണ്, അവരുടെ ആരാധനയുടെ പിൻബലത്തിൽ പിശാച് എന്ത് ചെയ്യാണ് നോക്കണം, അതിന്റെ പതനം കാണിക്കാം. ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇനി 3-ാമത്തെ വാക്യം നോക്കിയേ. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പുമുള്ളതായി ദൂഷണ നാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ
ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. മതി. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ ഒറ്റ വാക്യം പെരുവെള്ളം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന മനുഷ്യവർഗത്തെയാണ്. സ്തോത്രം. അപ്പൊ ഇവിടെ രണ്ടാമത്, അപ്പോൾ തന്നെ നമ്മൾ ഓർക്കണം, ഭൂമിയിൽ നമുക്കറിയാം ഇന്ത്യയിൽ 29 സ്റ്റേറ്റ് ഉണ്ട്. 29 സ്റ്റേറ്റിനും മുഖ്യമന്ത്രി ഉള്ളപ്പോൾ ഒരു പ്രധാനമന്ത്രിയുണ്ട്. അദ്ദേഹം ഡൽഹി അതിന്റെ ക്യാപിറ്റലായി പ്രഖ്യാപിച്ച് അവിടെ ഇരുന്നുകൊണ്ട് ഭരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഭൂലോകം മുഴുവനും, ഭൂമിയിലെ ഭൂവാസികളെ മുഴുവനും തെറ്റിച്ച് കളയുന്ന ഈ പിശാച് ഭൂവാസികളെ മുഴുവനും തെറ്റിച്ച് കളയുമ്പോഴും ഈ ഭൂമിയിൽ അവനൊരു ആസ്ഥാനമുണ്ട്. ആ ആസ്ഥാനത്തെ കുറിച്ചായി പറയുന്നത്. ബാബിലോൺ, മഹിതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേരവരുടെ നെറ്റിയിൽ എഴുതിയിരിക്കുന്നു. അതിനെക്കുറിച്ചായി പറയുന്നത്. സ്തോത്രം. അപ്പൊ അതുകൊണ്ട് സ്തോത്രം ഇവിടെ പറയുകയാണ്, അവൻ എന്നെ, സ്തോത്രം എന്ന് പറഞ്ഞാൽ ദൂതൻ യോഹന്നാൻ അപ്പോസ്തലനെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഈ സംഭവം ഈ യോഹന്നാൻ അപ്പോസ്തലനെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മള് ഇന്നായിരിക്കുമ്പോൾ ഇതുവരെ അത് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അത് ആത്മാവിൽ മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. അവന് ആത്മാവിൽ വിശദ വന്നു. ആത്മാവിൽ അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ പറയുകയാണ് 7 തലയും സ്തോത്രം 10 കൊമ്പുമുള്ളതായ, സ്തോത്രം എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞ ഇത് നമുക്ക് സ്തോത്രം പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ മാത്രമേ മുൻപോട്ടുള്ള കാര്യങ്ങൾ കാണാൻ കഴിയത്തുള്ളൂ. നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് നമുക്ക് ചുറ്റുപാട് കുറെ സ്ഥലങ്ങൾ വരെ കാണാം. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ, പിശാചു പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം നമുക്ക് ആത്മാവിൽ മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. അപ്പോൾ ഇവിടെ പറയുകയാണ് 7 തല, സ്തോത്രം 10 കൊമ്പ്. അതിന്റെ 17-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിച്ചാണ്. 17 ചാപ്റ്റർ 17 വേഴ്സ് 9 നാം വായിച്ചുകൊണ്ടിരിക്കുന്ന അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. ഇവിടെ ജ്ഞാന ബുദ്ധിയുണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. അപ്പം 7 തല എന്ന് പറയുന്നത് കർത്താവ് അതിനെ വ്യാഖ്യാനിച്ചിരിക്കുക. യോഹന്നാൻ അപ്പോസ്തലന് ആ ദൂതൻ തന്നെ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. തല 7 എന്താണ്? 7 മലയാണ്. എന്നിട്ട് 7 രാജാക്കന്മാരുമാകുന്നു. 7 മലയാണ്. അപ്പോൾ തന്നെ 7 രാജാക്കന്മാരാണ്. സ്തോത്രം. എന്നിട്ട് അപ്പം 7 മലയുടെ മുകളിൽ, സ്തോത്രം, നമുക്കറിയാം ബാബിലോൺ, താൻ എഴുതിയിട്ടുണ്ട് ബാബിലോൺ എന്ന്. അപ്പോൾ 7 മലയുടെ മുകളിൽ പണിയപ്പെട്ടിരിക്കുന്ന, സ്തോത്രം, പട്ടണമായ, സ്തോത്രം, ബാബിലോൺ. അപ്പോൾ തന്നെ 7 രാജ്യങ്ങളുടെ സ്വാധീനത്തോടുകൂടെ നിൽക്കുന്ന വ്യക്തി. ആ 7 മലയുടെ മുകളിലിരിക്കുന്ന പട്ടണത്തിന് കൊടുത്തിരിക്കുന്നത് സ്ത്രീ എന്നാണ്. അലങ്കാര ഭാഷയിൽ സ്ത്രീ എന്ന് ഉപമിച്ചിരിക്കുകയാണ്. സ്ത്രീ, ആ പട്ടണത്തെയാണ് സ്ത്രീ എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ സ്തോത്രം, ആ അതിനെ പറയുന്നത്, പട്ടണത്തെ കുറിച്ച് പറയുന്നത് വേശ്യമാരുടെ മാതാവെന്ന് വിളിച്ചിരിക്കുന്നു. നമുക്കറിയാം ഹവ്വായെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അവൾ ജീവനുള്ളവർക്കൊക്കെയും മാതാവാകുന്നു. ഹവ്വ ജീവനുള്ളവർക്കെല്ലാം മാതാവാകുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ സർവ മ്ലേച്ഛതയ്ക്കും മാതാവായി ആര് നിൽക്കുന്നു? ഈ ബാബിലോൺ പട്ടണം നിൽക്കുന്നു. സർവ മ്ലേച്ഛതയ്ക്കും. അപ്പോൾ തന്നെ ഈ പട്ടണം 7 മലയുടെ മുകളിൽ പണിയപ്പെട്ടിരിക്കുന്നു. ഒന്നിന് കുറവില്ലാത്ത വിധത്തിൽ അത്ര ശ്രേഷ്ഠമായി സർവ മ്ലേച്ഛത കൊണ്ടും സർവ നന്മ കൊണ്ടും നിറച്ചിരിക്കുകയാണ്. സ്തോത്രം. അപ്പം 1, ഇനിയും തൊട്ട് സ്ത്രീ എന്ന് പറയുന്നിടത്ത് ബാബിലോൺ പട്ടണം എന്ന് പറയണം. 2, സ്തോത്രം നോക്കണം. അപ്പം 17:9 7 മലയെന്ന് പറയുന്നത് 7, സ്തോത്രം, 7 തലയെന്ന് പറയുന്നത് 7 മലയാണ്. അപ്പോൾ തന്നെ 7 രാജാക്കന്മാരാണ്. ആ 7 മലയാകുന്ന മലയോട് ചേർത്ത് പണിയപ്പെട്ടിരിക്കുന്ന പട്ടണം നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ ഇത് റോമ പട്ടണത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് നമുക്കറിയാം. സ്തോത്രം. എന്നാൽ ആത്മീയമായി ആണത് പറഞ്ഞിരിക്കുന്നത്. ആത്മീയമായി സത്യത്തിൽ സ്തോത്രം
റോമ പട്ടണത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആശ്ചര്യമായി വരുമ്പോൾ ഇറാഖിലുള്ള പട്ടണമാണ്. സ്തോത്രം. അപ്പം ഈ ബാബിലോൺ പട്ടണം, എന്നാൽ ഇത് ആത്മീയമായി റോമൻ പട്ടണമാണ്. അപ്പം ഇവിടെ രണ്ടാമത് എഴുതിയിരിക്കുന്നു 10 കൊമ്പും 10 കൊമ്പും. അതിന്റെ 15-ന്റെ 12-ാമത്തെ വാക്യം നോക്കിയേ. 15-ന്റെ 12-ാമത്തെ വാക്യം. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ, അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോട് ഒന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും താനും. അപ്പം ഈ 10 കൊമ്പെന്ന് പറയുന്നത് 10 രാജാക്കന്മാർ. അവർ ഒരേ അഭിപ്രായമുള്ളവർ. ഇതുവരെ അവർ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് 7 തലയെന്ന് പറയുന്നത് സ്തോത്രം 7 മലയുടെ മുകളിൽ പണിഞ്ഞിരിക്കുന്ന ഒരു പട്ടണം. അതിനെയാണ് ആ സ്ത്രീ എന്ന് വിളിച്ചിരിക്കുന്നത്. 7 കൊമ്പെന്ന് പറയുന്നത് 10 രാജാക്കന്മാരെയാണ് വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. ഇനിയും എന്നിട്ട് പറയാണ്, അടുത്ത് നോക്കിയേ, കടും ചുവപ്പുള്ള ഒരു മൃഗം. കടും ചുവപ്പുള്ള ഒരു മൃഗം 3-ാമത്തെ വാക്യമാണ്. അപ്പോൾ 7 തലയും 10 കൊമ്പുമുള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ കടും ചുവപ്പുള്ള മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ ആ സ്ത്രീയാണ് ഈ പട്ടണം. ഇവിടെ പറയുന്ന മൃഗമെന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മൾ 13-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇത് തന്നെ കണ്ടു. ഈ മൃഗം അതാണെന്ന്, എതിർ ക്രിസ്തുവാണ്. 13-ന്റെ 1-ാമത്തെ വാക്യം നോക്കിയേ. 13 chapter 13 verse 1. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. സമുദ്രത്തിൽ നിന്ന് കയറുന്നത് കണ്ടു. മുമ്പേ വായിച്ചു. സ്ത്രീ ഇരിക്കുന്നത് എവിടെ? പെരുവെള്ളത്തിന്റെ മീതെ ഇരിക്കുന്നു. ഇവിടെ എതിർ ക്രിസ്തു സമുദ്രത്തിൽ, അതും വെള്ളത്തിൽ നിന്ന് കയറുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം എന്തോ? പുരുഷാരത്തിൽ നിന്ന് കയറുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ മുമ്പേ നമ്മൾ ചിന്തിച്ചതുപോലെ വംശങ്ങളിൽ നിന്ന്, പുരുഷാരത്തിൽ നിന്ന്, ജാതികളിൽ നിന്ന്, ഭാഷകളിൽ നിന്നുമാണ് എതിർ ക്രിസ്തു എഴുന്നേൽക്കുന്നത്. അവിടെ നിന്ന് കയറുന്നു. അപ്പം അവിടെ വായിക്കുന്നത് കടും ചുവപ്പുള്ളവരും എന്ന് പറഞ്ഞാൽ അവന്റെ സ്തോത്രം, അതിന്റെ മ്ലേച്ഛതയുടെ വലിപ്പം, അതിന്റെ ഡേഞ്ചർ സൂചന, അവന്റെ ദുഷ്ടത. നിങ്ങളുടെ പാപം കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. അപ്പോൾ ഈ എതിർ ക്രിസ്തുവിന്റെ പാപത്തിന്റെ കാഠിന്യം, രക്താംബരം പോലുള്ള പാപം, ആ കടും ചുവപ്പായ എന്ത് ചെയ്യുന്നു? കടും ചുവപ്പുള്ള ഒരു മൃഗം. നിങ്ങൾ ഓർക്കണം. അപ്പം ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. കടും ചുവപ്പായി ഉള്ള ഒരു മൃഗം. ആ മൃഗത്തിന്റെ മേളിലാണ്, ആ മൃഗത്തിന്റെ മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നു. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, എങ്ങനെ ആ മൃഗത്തിന്റെ മേളിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു. സ്തോത്രം. നിങ്ങള് സ്തോത്രം. നിങ്ങൾ നോക്കണം. എതിർ ക്രിസ്തു നിൽക്കുന്നു. ആ എതിർ ക്രിസ്തുവിനെ കുറിച്ച് ഇതിനകത്ത് പറഞ്ഞു. ആ എതിർ ക്രിസ്തുവിന്റെ മുകളിൽ അവന്റെ 7 രാജാക്കന്മാരെ പറഞ്ഞു. അതിന്റെ മുകളിൽ പണിതിരിക്കുന്ന പട്ടണം. സ്തോത്രം. അപ്പൊ എതിർ ക്രിസ്തുവിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നു? ആ മൃഗത്തിന്റെ മേൽ സ്ത്രീ ഇരിക്കുന്നു. അപ്പൊ എതിർ ക്രിസ്തുവിന്റെ മേൽ ഈ പട്ടണം ഇരിക്കുന്നു. അപ്പം ഈ പട്ടണത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഈ അശുദ്ധാത്മാവാണ്, ഈ പിശാചാണ്. സ്തോത്രം. അങ്ങനെ ഇരിക്കുന്നു. ഇനിയും ഇവള് ധരിച്ചിരിക്കുന്ന നോക്കി, സ്ത്രീ ധരിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കി. ധൂമ്രവർണവും കടും ചുവപ്പുമുള്ള നിറമുള്ള വസ്ത്രം ധരിച്ചു. പൊന്ന്, രത്നം, മുത്ത് അണിഞ്ഞിരിക്കുന്നു. കയ്യിൽ ഒരു സ്വർണ്ണ പാനപാത്രം. ആ പാത്രത്തിൽ എല്ലാ വേശ്യ പ്രവൃത്തികളുടെയും മ്ലേച്ഛതയുടെയും അശുദ്ധിയും നിറഞ്ഞ പാനപാത്രം. എന്നിട്ട് അവളുടെ നെറ്റിയിൽ ഒരു പേരെഴുതിയിട്ടുണ്ട്. മർമ്മം എന്ന് പറഞ്ഞാൽ രഹസ്യം, മിസ്റ്ററി. ആ മഹിദിയാം ബാബിലോൺ എന്നാണ് അവളുടെ നെറ്റിയിൽ എഴുതിയിരിക്കുന്നത്. മഹിദിയാം ബാബിലോൺ. അതിന്റെ അർത്ഥം വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ്. സ്തോത്രം. ബൈബിളിൽ ഈ ഒരു ഭാഗം മാത്രമേ ക്യാപിറ്റൽ ലെറ്റർ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ നോക്കിയേ. ഇതുപോലെ ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ പിക്ചറിൽ കാണുന്ന പോലെ നിങ്ങൾ നോക്കിയേ.
സ്തോത്രം. എതിർ ക്രിസ്തുവിനെ കുറിച്ചാണ് നമ്മൾ 13-ാം അധ്യായത്തിൽ കണ്ടത്. സ്തോത്രം. 10 തലയും 7 തലയും 10 കൊമ്പുമുള്ള 7 തലയും 10 കൊമ്പും എല്ലാത്തിനും സ്തോത്രം ഈ 2 കൊമ്പില്ല, ചിലതിന് മാത്രം ഈ 2 കൊമ്പുണ്ട്. അപ്പോൾ 7 തലയും 10 കൊമ്പുമുള്ള സ്തോത്രം പുള്ളിപ്പുലിക്ക് സദൃശമായ ഒരു മൃഗം എന്നാണ് പറഞ്ഞത്. അതിന്റെ മുകളിൽ ഒരു സ്ത്രീ ഇരിക്കുകയാണ്. ആ സ്ത്രീയെ വർണ്ണിച്ചിരിക്കുന്നതാണ്, ഇരിക്കുന്ന സ്ത്രീയായിട്ട് വർണ്ണിച്ചിരിക്കുന്നതാണ് ബാബിലോൺ പട്ടണം. ബാബിലോൺ പട്ടണം. സ്തോത്രം. സ്തോത്രം അതിന്റെ അടിസ്ഥാനം ഈ അശുദ്ധാത്മാവിന്റെ അല്ലെങ്കിൽ പിശാചിന്റെ കേന്ദ്രമായി വർണ്ണിച്ചിരിക്കുന്നു. അവളെ വർണ്ണിച്ചിരിക്കുന്നവയ്ക്ക് ധരിച്ചിരിക്കുന്ന ധൂമ്പറ വസ്ത്രവും കടും ചുവപ്പും ഉള്ള വസ്ത്രം ധരിച്ച്, സ്തോത്രം, പൊന്നും രത്നവും മുത്തും അണിഞ്ഞ് കയ്യിൽ സ്വർണ്ണ പാനപാത്രം പിടിച്ച് അശുദ്ധി സ്വർണ്ണ പാനപാത്രത്തിൽ മ്ലേച്ഛതയുടെയും വിശുദ്ധിയുടെയും അശുദ്ധിയുടെയും എന്ത് ചെയ്യണം? സ്തോത്രം. ആ പാത്രത്തിൽ നിറച്ചിരിക്കുന്നത് എന്താണ്? സ്തോത്രം. എന്നിട്ട് അവളുടെ നെറ്റിയിൽ ഒരു പേരെഴുതിയിട്ടുണ്ട്. അവളുടെ നെറ്റിയിൽ ഒരു പേര് നിങ്ങൾക്ക് കാണാവുന്നേ ഉള്ളത്. ഇതൊക്കെ ഇത് പഠിച്ചിട്ട് അതിൽ ദൈവദാസന്മാർ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. നോക്കണം. അതെന്താ? മഹ്ദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതയുടെയും മാതാവ്. സ്തോത്രം. പട്ടണത്തിന്റെ മ്ലേച്ഛതയുടെയും വേശ്യയുടെയും ആലം കാണിക്കാനാണ് ഈ സ്വർണ പാത്രം അവൾ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. സ്വർണപാനപാത്രം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ വശീകരിക്കാൻ, മത്തുപിടിപ്പിക്കാൻ, ഇത് കണ്ടിട്ട് ആകർഷിക്കുവാൻ, ഇങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നും ഞാൻ ഒരു വാക്ക് പറയട്ടെ ദൈവമക്കളെ. സ്തോത്രം. ഇതുവരെ നമ്മൾ പഠിച്ചതിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഈ ഭൂമിയിൽ ഏതു വ്യക്തിയുടെ നെറ്റിയിൽ ഒരു നാമം എഴുതിയിട്ടുണ്ട്. ഏതു വ്യക്തിയുടെ നെറ്റിയിൽ ഒരു നാമം എഴുതിയിട്ടുണ്ട്. അങ്ങനെ നാമം എഴുതിയിട്ടില്ലാത്ത ആരുമില്ല. ഒന്നുകിൽ നീ കുഞ്ഞാടിനുള്ള വകയാണ്, യേശു ക്രിസ്തുവിന്റെ വകയാണ്, അല്ലെങ്കിൽ നീ എതിർ ക്രിസ്തുവിന്റെ വകയാണ്, അവന്റെ 666ന്റെ വകയാണ്, അല്ലെങ്കിൽ സ്തോത്രം അതിനേക്കാൾ ഒന്നുകൂടെ എഴുതിയിരിക്കുക സ്തോത്രം മഹ്ദിയാം ബാബിലോൺ എന്ന് അവളെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പം ഏത് വ്യക്തിയുടെ നെറ്റിയിൽ ഒരു മുദ്രയുണ്ട്. ഇന്ന് രാത്രി ഒരു സ്വയപരിശോധനയ്ക്കായി ഏൽപ്പിച്ചാട്ടെ. എന്റെ നെറ്റിയിൽ ഒരു മുദ്രയുണ്ടോ? എന്തിനാണ് നെറ്റിയിൽ? ആ നെറ്റിയിൽ എഴുതിയിരിക്കുന്ന നിനക്ക് തന്നെ കാണാൻ കഴിയത്തില്ലല്ലോ. അപ്പം മറ്റുള്ളവരുടെ മുൻപിൽ നീ ഒരു സാക്ഷ്യവാദി ആരുടെ വകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാ. ഈ ഭൂമിയിൽ ജീവനോടായിരിക്കുമ്പോൾ തന്നെ, മരിച്ചതിന് ശേഷമല്ല. മരിച്ചതിന് ശേഷം അതുകൊണ്ട് നീ ധൂപം ചൊല്ലിയിട്ടോ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടോ കാര്യമില്ല. ജീവനുള്ളപ്പോൾ നിന്റെ നെറ്റിയിൽ എന്തു പേര് ആരുടെ വകയാണെന്ന് എഴുതിയിരിക്കുന്നുവോ ആ വകയായിട്ട് നീ മാറും. സ്തോത്രം. ഇവിടെ മതം ദൈവം നോക്കുന്നില്ല, നിന്റെ സഭ നോക്കുന്നില്ല. പക്ഷെ നിന്റെ നെറ്റിയിൽ എഴുതിയിരിക്കുന്ന നാമം എന്താണ്? സ്തോത്രം. നമുക്കറിയാം 14-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നോക്കിക്കേ. സ്തോത്രം. 14-ാം വാക്യത്തിന്റെ പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന, നോക്കണം. അപ്പൊ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 140. അപ്പം നമ്മുടെ നെറ്റിയിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? കുഞ്ഞാടിനുള്ളവരാണോ, അതോ എതിർ ക്രിസ്തുവിനുള്ളവരാണോ, അതോ മ്ലേച്ഛതയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്നവരാണോ? 22-ാം അധ്യായത്തിൽ വീണ്ടും അത് എഴുതിയിട്ടുണ്ടല്ലോ. സ്തോത്രം. സ്തോത്രം. 22-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. അവർ അവന്റെ മുഖം കാണും, അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. മകൾ, അവന്റെ നാമം ഇന്ന് രാത്രിയിൽ നാം ഒരു സ്വയപരിശോധനയ്ക്കായി ഏൽപ്പിച്ചേ. സ്തോത്രം. എന്നാൽ എതിർ ക്രിസ്തുവിന്റെ നെറ്റിയിൽ, മൃഗത്തിന്റെ നെറ്റിയിൽ ഒരു നാമമല്ല എഴുതിയിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാ വാക്യം നോക്കിയേ. സ്തോത്രം. 2-ാമത്തെ വാക്യമല്ലേ? പെരുവെള്ളത്തിന് മീതെ ഇരിക്കുന്ന മഹാവേശിയുടെ
ന്യായവിധി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ, നാമമല്ല ദൂഷണനാമങ്ങളുള്ള, നാമങ്ങൾ നിറഞ്ഞ കടും ചുവപ്പുള്ള ഒരു മൃഗം. എന്താണ് ദൂഷണനാമങ്ങൾ? നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾ പറഞ്ഞു നോക്കിക്കേ. സാത്താന്റെ പേരുകളാ. നമ്മൾ പഠിച്ച ഈ വെളിപ്പാട് പുസ്തകം ഇതുവരെ തന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? അഗാധ ദൂതൻ, അപവാദി, അപ്പല്ലോൻ, അബദ്ധോൻ, പഴയ പാമ്പ്, മഹാസർപ്പം. ഇതെല്ലാം നാം വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ അവന്റെ ഈ നാമങ്ങളെല്ലാം അവന്റെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ പരീക്ഷകൻ, പിശാച്, ബെൽസുബൂൽ, ഭൂതങ്ങളുടെ തലവൻ, അശുദ്ധാത്മാവ്, ദുഷ്ടൻ, സാത്താൻ, കൊലപാതകൻ, ഭോഷ്കിന്റെ പിതാവ്, ലോകത്തിന്റെ പ്രഭു, അന്ധകാരത്തിന്റെ ലോകാധിപതി, ആകാശത്തിലെ ദുഷ്ടാത്മസേന, ഈ ലോകത്തിന്റെ ദൈവം, പ്രതിയോഗി, ബലിയാൻ, പാമ്പ്. ഇപ്പൊ തന്നെ ഞാന് 22 പറഞ്ഞു. ഈ നാമങ്ങൾ മുഴുവനും ഈ എതിർ ക്രിസ്തുവിന്റെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. നോക്കിക്കോണം, ദൂഷണ നാമങ്ങൾ നിറഞ്ഞ. സ്തോത്രം. ദൈവമക്കൾക്ക് അത് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ ചിന്തിച്ചത് ഓർക്കണം, 7 തലയും 10 കൊമ്പും എന്താണെന്ന് പറഞ്ഞു. ഇവിടെ സ്ത്രീ എന്നും ഒക്കെ പറയുമ്പോൾ ഇത് ബാബേൽ പട്ടണത്തെ കുറിച്ച് പറയുകയാണ്. ആത്മീയമായി പറയുമ്പോൾ ഇത് സ്തോത്രം റോമ പട്ടണത്തെ കുറിച്ചാണ്. അവിടെയാണ് ഇതിന്റെ കേന്ദ്രം. നമുക്കറിയാം, യേശുവിന്റെ കാലത്ത് പോലും റോമൻ സാമ്രാജ്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. റോമൻ പടയാളിയാണ് കർത്താവിനെ ക്രൂശിക്കുന്നത്. സ്തോത്രം. ആ റോമൻ പട്ടാളക്കാർ ഏതാണ്ട് ചരിത്രം പറയുന്നു 15 മില്യൺസ് വിശുദ്ധന്മാരെ കൂട്ടക്കൊല ചെയ്തു. അവര് വലിയ, നമുക്കറിയാം, സ്തോത്രം, ശിംശോന്റെ തന്നെ കണ്ണു കുത്തിപ്പൊട്ടിച്ച് സ്തോത്രം മാവ് പൊടിക്കുവാനായിരിക്കുമ്പോൾ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഗാലറിയിൽ ഇരുന്ന് അവര് സന്തോഷിക്കുന്നു. ഇതുപോലെ അനേക ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, കുഞ്ഞുങ്ങളെ സിംഹത്തിന്, കരടിക്ക്, പുലിക്ക് ജീവനോടിട്ട് കൊടുത്തു. ഇതെല്ലാം റോമാൻ പട്ടണത്തിൽ നടന്നതാ. സ്തോത്രം. അപ്പം ഈ പട്ടണം ബാബേൽ, മഖ്ദിയാം ബാബിലോൺ എന്നാണ് ഈ പട്ടണത്തിന്റെ പേര്. ഇവിടെ സ്തോത്രം എതിർ ക്രിസ്തുവിന്റെ മുകളിലാണത് പണിയപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പിശാചിന്റെ മുകളിൽ. സ്തോത്രം. എതിർ ക്രിസ്തുവായി അവസാനം വെളിപ്പെടുന്ന വ്യക്തിയാണ്. അപ്പം സ്ത്രീ ആരാണ്? എല്ലാ മ്ലേച്ഛതകളുടെയും മാതാവെന്നറിയപ്പെടുന്ന ബാബിലോൺ പട്ടണം. ഇതാണ് സ്ത്രീ, അതാണ് ആ പട്ടണം. 2, മൃഗം ആരാണ്? എതിർ ക്രിസ്തുവാണ്. 3, 7 തല എന്താണ്? 7 തല എന്ന് പറയുന്നത് 7 മലയാണ്. അപ്പോൾ തന്നെ 7 രാജാക്കന്മാരാണ്. 4, 10 കൊമ്പ് എന്ന് പറയുന്നത് 10 രാജാക്കന്മാരാണ്. സ്തോത്രം. പിന്നെ പിശാചിന്റെ മനുഷ്യരുടെ ഇടയിലും ഉള്ള പ്രതിരൂപമാണ് എതിർ ക്രിസ്തു. നമുക്കറിയാം, സ്തോത്രം, പിശാചിന് സർവ്വ അധികാരം കൊടുത്തിരിക്കുകയാണ് എതിർ ക്രിസ്തുവിന്. പിശാചിന്റെ എല്ലാ നാമവും വഹിക്കുന്ന ഏറ്റവും അപകടകാരിയായ മ്ലേച്ഛതയിലായിരിക്കുന്ന എതിർ ക്രിസ്തുവിന്റെ മുകളിലാണ് ഈ സ്ത്രീ, വേശ്യമാരുടെ മാതാവെന്ന് വിളിച്ചിരിക്കുന്ന പട്ടണം ആകുന്ന ബാബിലോൺ നിലനിൽക്കുന്നത്. ഇത്രയും മനസ്സിലായി നീ വിശ്വസിക്കുന്നു. 2, 7 രാജാക്കന്മാരുടെയും ഈ 7 രാജാക്കന്മാരും ഒരേ അഭിപ്രായമുള്ളവർ. സ്തോത്രം. ഒരേ അഭിപ്രായമുള്ളവർ. അതിന്റെ 6 പേരും ബാക്കി നമുക്ക് വായിക്കാം. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു. അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു. എന്നോട് പറഞ്ഞത്, നീ ആശ്ചര്യപ്പെടുന്നത് എന്ത്? മതി, ഇവിടെ നോക്കണം. അപ്പം 7 രാജാക്കന്മാർ ഒരേ അഭിപ്രായമുള്ളവർ നമ്മുടെ താഴോട്ട് വരികയാണ്. 10 രാജാക്കന്മാരുടെയും മുകളിലാണ് എതിർ ക്രിസ്തുവിന്റെ സ്ഥാനം. അപ്പൊ ഇവരെയെല്ലാം വശീകരിച്ചിരിക്കുക. രാജാക്കന്മാരുടെ അധികാരം മുഴുവനും എതിർ ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ
29 സ്റ്റേറ്റിലും മുഖ്യമന്ത്രിമാരുണ്ടെങ്കിലും അതിന്റെ മുകളിൽ ഇരിക്കുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രി. ഇതുപോലെ സ്തോത്രം ലോകം മുഴുവനും പിശാച് വ്യാപിച്ചു കിടക്കുന്നെങ്കിലും അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലമാണിത്. ഇനി തന്നെയുമല്ല സ്തോത്രം, ഇതിനെക്കുറിച്ച് നമ്മൾ ഇതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അതിന്റെ 4-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ച്. ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടുംചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, മ്ലേച്ഛതയും അശുദ്ധിയും സ്തോത്രം മറച്ച് രാജാക്കന്മാരെയും സർവ്വജനത്തെയും വശീകരിക്കുവാനാണ് സ്വർണ്ണ പാനപാത്രം പിടിച്ചിരിക്കുക. ഇതിനകത്തുള്ളത് വിശുദ്ധന്മാരുടെ രക്തമാണെന്ന് എഴുതിയിരിക്കുന്നത്. വേശ്യ പ്രവൃത്തിയുടെ മദ്യങ്ങൾ സ്തോത്രം രാജാക്കന്മാരെ മത്തരാക്കിയെന്ന്. സ്തോത്രം അതിന് 6-ാമത്തെ വാക്യമാണല്ലോ നമ്മൾ വായിച്ചത്. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് ഈ പട്ടണം എന്തായിരിക്കുന്നു? ആ സ്ത്രീ എന്നുള്ളിടത്ത് പട്ടണം എന്ന് വായിക്കുക. പട്ടണം എന്തായിരിക്കുന്നു? മത്തായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പട്ടണത്തിൽ അതുപോലെ സർവശക്തനായ ദൈവം ഇന്നേക്ക് 2000 ചില്ലുവാനും വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് തരികയാണ്. അപ്പോൾ തന്നെ നിങ്ങൾ ഓർക്കണം, ഈ ലോകത്തിലെ ഒരു സഭയുടെ ഒരു സമുദായ സഭയുടെ ഏറ്റവും ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്, അതിന്റെ കേന്ദ്രമാണ് റോം എന്ന പട്ടണം. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതാണ് ഏതു മലയുടെ മുകളിൽ പണിതപ്പെട്ടിരിക്കുന്നു. ഗൂഗിളൊക്കെ നിങ്ങൾ അടിച്ചു നോക്കിയാൽ അതിനകത്ത് കാണാൻ പറ്റും. സർവ സമ്പൽ സമൃദ്ധിയോടുകൂടെ അതിന്റെ അടുത്ത അധ്യായം മൊത്തം അവിടെ വിൽക്കുന്നതാ. നേരിയ തുണി, സ്തോത്രം, ധൂമ്ര വസ്ത്രം, പട്ട്, ഈ ബിസിനസ്സാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ തന്നെ സർവ മ്ലേച്ഛത കൊണ്ട് നിറഞ്ഞതായ സ്ഥലം, സർവ അശുദ്ധി കൊണ്ട് നിറഞ്ഞത്, എല്ലാ വിഗ്രഹാരാധന കൊണ്ട് സർവ്വത് കൊണ്ട് നിറഞ്ഞതായ സ്ഥലം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം ഇവിടെ പറയുകയാണ് വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ പഴയ നിയമ വിശുദ്ധന്മാരുടെ രക്തവും പുതിയ നിയമ വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് ഈ പട്ടണം അത്രമാത്രം മത്തായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത് കഴിയുമ്പോൾ നമ്മൾ വായിച്ചു, അവിടെ രക്തമൂറ്റാൻ തുടങ്ങുമ്പോൾ സ്തോത്രം ദൈവം ഇവർക്ക് ന്യായവിധിയൊക്കെ കൊടുക്കുമ്പോൾ കുതിരയുടെ കടിഞ്ഞാണോളം ഉയരത്തിൽ രക്തം 200 മൈൽ ഒരുങ്ങുമെന്ന് ദൈവം ന്യായവിധി നടത്തുന്നതാ. സ്തോത്രം അവരെ കൊന്ന് രക്തം ചൊരിഞ്ഞ് ആ പട്ടണം മത്തായിരിക്കുന്നെന്ന് യോഹന്നാൻ ദർശനത്തിൽ ഇപ്രകാരം ഈ ബാബേൽ പട്ടണം കണ്ടിട്ട് എന്ത് ചെയ്തു? അത്യന്തം ആശ്ചര്യപ്പെട്ടു. ഇന്നലെ വായിക്കുന്നേ 6-ാം വാക്യത്തിൽ നോക്കിയേ. 7-ാമത്തെ വാക്യത്തെ ദൂതൻ എന്നോട് പറഞ്ഞത് നീ ആശ്ചര്യപ്പെടുന്നത് എന്ത്? 7-ാം വാക്യം. ഞാൻ ഓരോ വാക്യം ഒന്ന് പറഞ്ഞു വിടുകയാണ്. ഇങ്ങനെ പറഞ്ഞെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. ചുമ്മാതെ ചരിത്രം മാത്രം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. നമുക്ക് ഇതിനകത്ത് ആഴമായ കാര്യങ്ങൾ ഗ്രഹിക്കുക എന്ന് മാത്രമാണ്. സ്തോത്രം. അപ്പം യോഹന്നാനെ ഈ ദർശനം കണ്ടിട്ട് അവനെന്ത് ചെയ്തു? അത്യന്തം ആശ്ചര്യപ്പെട്ടു. ഉടനെ 7-ാം വാക്യം നോക്കിക്കാണോ? ഉടനെ ചോദിക്കുകയാണ്, നീ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഈ പട്ടണത്തിന്റെയും അല്ലെ മഹിദിയാം ബാബിലോൺ എന്ന പട്ടണത്തെ ചുമക്കുന്ന മൃഗമെന്ന എതിർ ക്രിസ്തുവിന്റെയും സ്തോത്രം അതിന്റെ മർമ്മം ഞാൻ എന്ത് ചെയ്യാം പറഞ്ഞുതരാം. 7-ാം വാക്യം വായിച്ചാട്ടെ. നീ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഈ സ്ത്രീയുടെയും 7 തലയും 10 കൊമ്പുമുള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിന്റെയും മർമ്മം ഞാൻ പറഞ്ഞു തരാം. നീ കണ്ട മൃഗമോ? അത് ഇനി അത് മാത്രം വർണ്ണിക്കുകയാ. നീ കണ്ട മൃഗമോ? 8-ാം വാക്യം വായിച്ചു. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതും ആകുന്നു. കണ്ടോ എന്ത് കൃത്യമായിട്ടാ പറയുന്നേ? നീ കണ്ട മൃഗമോ എന്ന് പറഞ്ഞ നീ കണ്ട എതിർ ക്രിസ്തുവോ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു. ദൈവമക്കളെ ആ വാക്യം നിങ്ങൾ നോക്കിയേ. നീ കണ്ട മൃഗമോ ഒരിക്കൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലാത്തതും. ഇപ്പോൾ ഈ AD 96 യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുന്നത്. ആ കാലഘട്ടത്തിൽ ഇല്ലാത്തതും ഇനിയും അഗാധത്തിൽ നിന്നും കയറി വരുന്ന, അതാണ് 13-ാം അധ്യായത്തിൽ
എതിർ ക്രിസ്തുവിന്റെ ഭരണം വരുമ്പോൾ അത് അഗാധത്തിന് കയറി വരുന്നു. അഗാധത്തിന് കയറി വരുന്നതുമായ 13:1 കയറി വന്നിട്ട് എവിടേക്ക് പോകുന്നു? നാശത്തിലേക്ക് പോകുന്നു. എവിടേക്ക് പോകുന്നു നമുക്കറിയാം. 19-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് ഭാഗം വരുമ്പോഴത്തേക്ക് അവനെ ജീവനോട് തീപ്പൊയ്കയിലേക്ക് കർത്താവ് എന്ത് ചെയ്യുന്നു? തള്ളിക്കളയുന്നു. അതാണ് എഴുതിയിരിക്കുന്നത്. നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതുമാകുന്നു ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ പുസ്തകത്തിൽ എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം നീ കണ്ട മൃഗം എതിർ ക്രിസ്തു. ദൈവമക്കളെ, യേശു ക്രിസ്തു 2000 വർഷം കഴിഞ്ഞതേ ഉള്ളൂ ഭൂമിയിൽ ജഡം ധരിച്ചു വന്നിട്ട്. 2000 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. എന്നാൽ അതിനു മുൻപേ ദൂതനായിട്ടും മറ്റും കർത്താവ് വെളിപ്പെട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ചേ. ദാനിയേൽ പ്രവാചക പുസ്തകം 3-ാം അധ്യായം, ദാനിയേൽ ചാപ്റ്റർ 3 വേഴ്സ് 23 മുതൽ 25 വരെ. ദാനിയേൽ ചാപ്റ്റർ 3 വേഴ്സ് 23 to 25. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ 3 പുരുഷന്മാരോ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചുളയിൽ വീണു. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ച് വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട്, നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചതിന് അവർ, സത്യം തന്നെ രാജാവ് എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. അതിനവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്കൊരു കേടും തട്ടിയിട്ടില്ല. 4-മത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. കണ്ടോ, യേശുക്രിസ്തു ഇന്നേക്ക് 1000 വർഷങ്ങൾക്ക് മുൻപേ യേശുക്രിസ്തു വെളിപ്പെട്ടിട്ട് 2000 വർഷമായതേ ഉള്ളൂ. പക്ഷെ അതിനു മുൻപേ നമ്മുടെ കർത്താവ് ദൂതനായിട്ട് തീപ്പൊയ്കയിൽ ഇറങ്ങി വരികയും പല സാഹചര്യങ്ങളിൽ വെളിപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ, ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം, ജനസസ് ചാപ്റ്റർ 14, 14-ാം അധ്യായം, അതിന്റെ 18, 19, 20 വാക്യം നോക്കിയേ. ജനസസ് 14, 18 മുതൽ 20 വരെ. ശാലേം രാജാവായ മൽക്കിസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഇത് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിലാണ്. എന്നാൽ ഇതിന്റെ കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഹിബ്രു ചാപ്റ്റർ 7, 1 to 3 വായിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ ഈ ശാലേം രാജാവ് ആരാണ്, ഈ മൽക്കിസേദെക്ക് ആരാണെന്ന്. ഞാൻ പറഞ്ഞു വരുന്നത് 2000 വർഷം, സ്വത്രം 2000 വർഷമേ ആയിട്ടുള്ളൂ കർത്താവ് വന്നിട്ട് ജഡം ധരിച്ചു വന്നിട്ടുള്ളൂ. എങ്കിലും അതിനു മുൻപേ പല പ്രാവശ്യം ഈ ഭൂമിയിൽ ബലഹീനരായ മനുഷ്യരുടെ നടുവിൽ അവൻ വെളിപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെയാണ് പിശാച്. നീ കണ്ടെന്ന് പറയുന്നത്, സ്തോത്രം, ഇവിടെ വായിക്കുന്ന മൃഗമോ, സ്തോത്രം, നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇതുവരെ എതിർ ക്രിസ്തുവായി വെളിപ്പെട്ടില്ല. പക്ഷേ പിശാചായി അവൻ വെളിപ്പെടുന്നുണ്ട്. ഇവിടെ നോക്കണം, എബ്രായ ലേഖനം നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്ന വാക്യം നോക്കിയേ. 7-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം നോക്കിയേ. ശാലേം രാജാവും ദൈവത്തിന്റെ പുരോഹിതനുമായി മൽക്കിസേദെക്ക്. കണ്ടോ, ദൈവപുത്രൻ വെളിപ്പെടുന്ന കാര്യം അന്ന് മനുഷ്യർക്ക് അബ്രഹാമിന് വെളിപ്പെട്ട അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ. നമ്മുടെ കർത്താവിനെ കുറിച്ച് ഇന്ന് നമ്മള് ഹിബ്രു ചാപ്റ്റർ 7 വേഴ്സ് 25 നമുക്ക് ഇങ്ങനെയുള്ള മഹാപുരോഹിതൻ അല്ലയോ വേണ്ടിയത്. അതെടുക്കണ്ട. നിഷ്കളങ്കൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്തോത്രം, സ്വർഗത്തേക്കാൾ ഉന്നതൻ, അവനെ കുറിച്ച് വർണ്ണിച്ചിരിക്കുക. ഇവിടെ നോക്കിക്കോണം, സ്തോത്രം, അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായും വെളിപ്പെട്ടു. എന്നിട്ട് 7-ാം അധ്യായം, അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായി മൽക്കിസേദെക്ക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിലും 10-1 കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവെന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവെന്നും അർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല. നിങ്ങൾ പറ, പിതാവില്ലാത്തവൻ, മാതാവില്ലാത്തവൻ, വംശാവലി ഇല്ലാത്തവൻ ആരാണ്? അവനാണ് കർത്താവ്. അപ്പോൾ അബ്രഹാമിന് ഇവൻ ഒരു മൽക്കിസേദെക്കായി അത്യുന്നതന്റെ പുരോഹിതനായി വെളിപ്പെട്ടു. അങ്ങനെ അവിടെ വെളിപ്പെട്ടെങ്കിൽ സാക്ഷാൽ ദൈവപുത്രനായി ഇന്നേക്ക് 2000 ചില്ലുവാനും വർഷങ്ങൾക്ക് മുൻപേ അവൻ, സ്തോത്രം, ഈ ലോകത്തിൽ വെളിപ്പെട്ടു. അവനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വാക്കൂടെ വായിക്കണം. കൊലോഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 15, 16, 17. കൊലോഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 15 മുതൽ 17 വരെയുള്ള വാക്യം. അവൻ
അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടു. ജഡത്തിൽ ഇവിടെ വന്ന കർത്താവായ യേശുക്രിസ്തുവിനായിട്ട് സകലതും സൃഷ്ടിച്ചു. പിതാവ് അധികാരം മുഴുവനോന് കൊടുത്തു. പിതാവ് മരിച്ചവരെ ജീവനുള്ളവരെ ന്യായം വിധിക്കാൻ അവന് അധികാരം കൊടുത്തു. ഇതുപോലെ എന്നാൽ അവൻ വെളിപ്പെട്ടത് 2000 വർഷം മുൻപാണ്. അതുവരെയും അവൻ ജഡം ധരിച്ച് വെളിപ്പെട്ടില്ല. ഇതുപോലെ പിശാച് ആദ്യം മുതൽ അവൻ വെളിപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷെങ്കിൽ അവൻ എതിർ ക്രിസ്തുവായി വെളിപ്പെടുന്നത് സഭ എടുക്കപ്പെട്ടതിന് ശേഷമാണ്. ഇനി നിങ്ങൾ ആ 8ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. വെളിപ്പാട് പുസ്തകം 17-8 വാക്യം. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും. അപ്പോൾ പല പ്രാവശ്യമായി പിശാച് എന്ത് ചെയ്തു? അവന്റെ പൈശാചിക ത്രിത്വമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ആ ത്രിത്വത്തിൽ വെളിപ്പെട്ടിരുന്നു. ഉണ്ടായിരുന്നതും, സ്തോത്രം, ഇപ്പോൾ ഇല്ലാത്തതും, ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകാൻ ഇരിക്കുന്നതുമാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ. ഞാൻ പറഞ്ഞത് എങ്ങനെ സ്തോത്രം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇതുപോലെ സർവശക്തനായ ദൈവം നമുക്ക് രക്ഷയൊരുക്കിയപ്പോൾ ഇതുപോലെ ഒരുക്കിയതുപോലെ പിശാച് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. നമ്മളെ വശീകരിക്കുവാൻ, ചതിച്ചു കളയുവാൻ. സ്തോത്രം. അതുപോലെ പിശാച് ഉണ്ടായിരുന്നു. അവൻ എന്ത് ചെയ്തു? സ്തോത്രം. അവൻ എന്ത് ചെയ്തു? ഇപ്പോൾ എതിർ ക്രിസ്തുവിന്റെ സമയത്ത് എങ്ങനെ സ്തോത്രം അന്നുവരെ ഉണ്ടായിരുന്നത് അശുദ്ധാത്മാവായി ഉണ്ടായിരുന്നെങ്കിൽ എതിർ ക്രിസ്തുവായി ഒരു മനുഷ്യനായി വെളിപ്പെട്ടു. കർത്താവായ യേശുക്രിസ്തു ആത്മാവായി പിതാവ് വസിക്കുമ്പോൾ മനുഷ്യന്റെ രക്ഷയ്ക്കായി ജഡത്തിൽ അവൻ ക്രിസ്തുവായി വെളിപ്പെട്ടതുപോലെ പിശാച് ജഡത്തിൽ എതിർ ക്രിസ്തുവായി വെളിപ്പെട്ടു. എന്നിട്ട് പിതാവായ ദൈവം അവന്റെ സിംഹാസനത്തിരുത്തി അധികാരം കൊടുത്തതുപോലെ പിശാച് തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. 13-2 വാക്യം നോക്കിക്കേ. 13-2 വാക്യം. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് പോലെയുമായിരുന്നു. അതിന് മഹാസർപ്പത്തിന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. ജഡത്തിൽ വസിക്കുന്ന എതിർ ക്രിസ്തു എന്ന മൃഗത്തിന് പിശാച് തന്റെ അധികാരവും സിംഹാസനവും ശക്തിയും കൊടുത്തു. ഇതാണ് നീ കണ്ട മൃഗം ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ഇല്ല. സ്തോത്രം. എന്നാൽ എന്ത് ചെയ്തു? ഇനിയും വരും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവൻ അശുദ്ധാത്മാവായി വെളിപ്പെട്ടു. എന്നാൽ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. പരിശുദ്ധാത്മാവ് ഇവിടെ ഉള്ളിടത്തോളം അവന് വെളിപ്പെടാൻ കഴിയത്തില്ല. ഇപ്പോൾ ഇല്ല. ഇപ്പോൾ അവന് നേരിട്ട് വെളിപ്പെടാൻ കഴിയത്തില്ല. അപ്പോൾ ഉണ്ടായിരുന്നു. സ്തോത്രം. മനുഷ്യനെ സ്തോത്രം ദൈവതേജസ് നഷ്ടപ്പെടുത്തി ശരിക്കും വസ്ത്രം ധരിക്കാതെ ഇന്നും മാനസിക രോഗമുള്ളവർ തങ്ങളുടെ തന്നെ വിസർജനം ഭക്ഷിക്കുന്നത് കാണാം. കച്ചടയിൽ കൈയിട്ട് വാരി. കാരണം എന്താ? അവർക്ക് സുബോധം നഷ്ടപ്പെട്ടു. പിശാച് ചെയ്യുന്ന പ്രവൃത്തിയാ. ഇതുപോലെ പിശാച് പ്രവർത്തിച്ചിരുന്നു. സ്തോത്രം. ഇപ്പോൾ ഇതുപോലെ ചെയ്യുകയാണ്. ഇവിടെ നോക്കണം, സർവ്വ അധികാരം ഒരു കൊടുത്ത് അവൻ വെളിപ്പെടും. അപ്പം ഇതുപോലെ നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല, ഇനിയും അഗാധത്തിൽ നിന്ന് കയറി വരും. പരിശുദ്ധാത്മാവ് എടുക്കപ്പെട്ട് കഴിയുമ്പോൾ അത് വെളിപ്പെടും. എന്നിട്ട് സമുദ്രത്തിൽ നിന്ന് കയറി വരും. സമുദ്രം എന്ന് പറയുന്നത് മനുഷ്യ സമുദ്രം, അല്ലാതെ കടലിൽ നിന്ന് കയറി വരുമെന്നല്ല, മനുഷ്യ സമുദ്രം. എന്നിട്ട് നാശത്തിലേക്ക് പോകുമെന്ന് നോക്കിയേ. 19 അധ്യായം 20 വാക്യം നോക്കിയേ. നമ്മുടെ കർത്താവ് സ്തോത്രം മൃഗത്തെയും ജീവനോട് പിടിച്ച് സ്തോത്രം തീപ്പേകിൽ ഗന്ധകവും തീയും ഇടുന്ന തീപ്പേകിൽ തള്ളിക്കളയും. 19-20. മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യനെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത
കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്യൽ ജീവനോട് തള്ളിക്കളയും. അതാണ് പറഞ്ഞത്. സ്തോത്രം. എന്റെ നാശത്തിലേക്ക് പോകുന്നു, അവന്റെ നാശം അതോടുകൂടി തീരുന്നു. അപ്പൊ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എതിർ ക്രിസ്തു എന്ന പേരിൽ വെളിപ്പെടാതെ ലോകത്തെ മുഴുവൻ അവൻ എന്ത് ചെയ്തു? നശിപ്പിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇല്ല എന്ന് പറയാൻ കാരണം അതിന്റെ പ്രവൃത്തിയെ തടുക്കുന്ന പരിശുദ്ധാത്മ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സ്പഷ്ടമായി വെളിപ്പെടാൻ കഴിയുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് സഭയെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. അപ്പോൾ അഗാധത്തിൽ നിന്നും അവൻ കയറി വരും, മഹാപീഡനം ചെയ്യും, നാശത്തിലേക്ക് കർത്താവിനെ തള്ളിക്കളയും. സ്തോത്രം. 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, റെവലേഷൻ 17:8, ലോക സ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ എഴുതാതിരിക്കുന്ന ജീവപുസ്തകത്തിൽ പേരില്ലാത്ത എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. അതെന്താ? അന്ന് അവര് മാത്രമേ ലോകത്തിലുള്ളൂ. അന്ന് ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്തവർ മാത്രമേ ഭൂമിയിലുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, സ്തോത്രം. 15-ാം അധ്യായത്തോടുകൂടെ 15-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തോടുകൂടെ ഉയർക്കേണ്ടവർ ഉയർത്തു, കർത്താവിനോട് ചേർക്കപ്പെട്ടു, രക്തസാക്ഷികളായി തീരേണ്ടവർ രക്തസാക്ഷികളായി. ഇനിയും കൊയ്ത്ത് നടന്നിട്ട് മൊത്തമായി കള തീയിട്ട് കത്തിക്കാൻ പോകുകയാണ്. സ്തോത്രം. അപ്പോൾ ലോകസ്ഥാപനം മുതൽ നോക്കണം, ആ സമയത്ത് അവിടെ പേരെഴുതിയിരിക്കുന്ന ഭൂവാസികൾ മാത്രമേ ലോകത്തിലുള്ളൂ. അവർ ഈ മൃഗത്തെ കണ്ട് അതിശയിക്കും, അവർ അതിനെ നമസ്കരിക്കും, അവർ അതിന്റെ മുദ്രയേൽക്കും. അവര് പോലും കണ്ടിട്ട് അതിശയിക്കും. 13-ന്റെ 8-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിയേ. ഇവിടെ പറഞ്ഞു പേരെഴുതാതിരിക്കുന്ന ഭൂവാസികൾ എന്ന് പറഞ്ഞു. അത് നോക്കിയേ, 13-ന്റെ 8-ൽ നമ്മുടെ കർത്താവ് നമ്മളോട് പറയുന്നത് നോക്കിയേ. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. പേരെഴുതിയിട്ടല്ലാത്ത അന്ന് 2 കൂട്ടരുമുണ്ട്. അത് മുന്നറിയിപ്പ് ദൈവം കൊടുക്കുകയാണ്. അന്ന് പേരെഴുതിയിട്ടുള്ളവരുമുണ്ട്, പേരെഴുതിയാത്തവരുമുണ്ട്. പേരെഴുതിയിട്ടുള്ളവർ, സ്തോത്രം, യേശുക്രിസ്തുവിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളവർ എന്ത് ചെയ്യും? രക്തസാക്ഷികളായി തീരും. അവരിനെ നമസ്കരിക്കത്തില്ല. സ്തോത്രം. ഇവിടെ അപ്പം ഒരു വാക്കുകൂടി ഇന്ന് രാത്രി നമ്മൾ ഒരു വാക്ക് പ്രാർത്ഥിക്കണം. കർത്താവേ, എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കണ്ണടച്ചൊരു വാക്ക് പ്രാർത്ഥിച്ചാട്ട്. ഭൂതങ്ങൾ നമുക്ക് കീഴടങ്ങുന്നതിലല്ല, നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ്. ആ കൈകളെ ഉയർത്തി, കർത്താവേ, എന്റെ പേര് അതിനകത്ത് കാണണമേ. എന്റെ തുണയാളിയുടെ പേര്, എന്റെ മാതാവിന്റെ, എന്റെ പിതാവിന്റെ, എന്റെ കുഞ്ഞുങ്ങളുടെ, എന്റെ സഹോദരങ്ങളുടെ, ഞങ്ങൾ ഒന്നിച്ച് കർത്താവിന്റെ മേശ അനുഭവിച്ചവർ, ഒന്നിച്ച് ആരാധിച്ചവർ, ആര് കൈവിടപ്പെട്ടു പോകാതെ എല്ലാവരുടെയും പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടാകുവാൻ അവിടുന്ന് സഹായിക്കണമേ. സ്തോത്രം. അതിന്റെ 9-ാമത്തെ വാക്യം വായിക്കാം. 15-ന്റെ 9-ാമത്തെ വാക്യം, 9-ഉം 10-ഉം വാക്യം. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാവുന്നു. അവ 7 രാജാക്കന്മാരുമാകുന്നു. 5 പേർ വീണുപോയി. ഒരുത്തനുണ്ട്. ഇവിടെ ഒരുത്തനുണ്ട്. ഒരു വാക്കിന് വായിച്ചു. ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞോന്നിരിക്കേണ്ടതാകുന്നു. ദൈവമേ, ബലഹീനരായ ഇവിടെ നോക്കട്ടെ, ജ്ഞാനബുദ്ധിയുടെ ആവശ്യം വിശേഷ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. എങ്കിലും ദൈവത്തിന്റെ വിശുദ്ധ വചനത്തിൽ ദൈവം എല്ലാം എഴുതി നമുക്ക് തന്നിരിക്കുന്നു. സ്തോത്രം. നോക്കണം, ഇവിടെ ജ്ഞാനബുദ്ധിയുടെ ആവശ്യം. സ്തോത്രം. ഇവിടെ പറയുകയാണ് 5 പേർ വീണുപോയി. 5 പേർ വീണുപോയി എന്ന് പറഞ്ഞാൽ സാമ്രാജ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. അന്ന് ഓരോ സാമ്രാജ്യത്തിലും ഒന്നിലധികം രാജാക്കന്മാരുണ്ടായിരുന്നു. നമ്മൾ ചിന്തിച്ചതാ ബാബിലോൺ സാമ്രാജ്യം, മേദ്യ പേർഷ്യ സാമ്രാജ്യം, ഗ്രീസ് സാമ്രാജ്യം, റോമ സാമ്രാജ്യം. സ്തോത്രം. റോമൻ കൈസർ, ഒന്നിലധികം കൈസർമാരുണ്ടായിരുന്നു. സ്തോത്രം. അവരതുപോലെ ജനത്തെ പീഡിപ്പിച്ചിട്ടുണ്ട്. അന്ന് റോമ സാമ്രാജ്യത്തിന്റെ ഭരണകാലമാണ്. സ്തോത്രം. അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. യോഹന്നാൻ എഴുതുന്ന ആ ദർശനം AD 96-ലാണ്. ആ സമയത്തെ കാര്യമാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ പിന്നീട്
ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-8 വാക്യം കൂടെ വായിക്കണം. അവിടെ ഒന്നുകൂടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ദാനിയേൽ ചാപ്റ്റർ 7 verse 7 and 8. പിന്നീട് വായിച്ചാൽ മതി. മറ്റവൻ വന്നിട്ടില്ല. നിങ്ങൾ നോക്കണം, വാക്യം നോക്കിയേ. സ്തോത്രം. ഇവിടെ ജ്ഞാനബുദ്ധി ഉണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. അത് നമ്മൾ ചിന്തിച്ചു. അവ 7 രാജാക്കന്മാരുമാകുന്നു. 5 പേർ വീണുപോയി, ഒരുത്തനുണ്ട്. സ്തോത്രം. അപ്പം അന്ന് റോമൻ സാമ്രാജ്യമുണ്ട്, റോമൻ കൈസർ ഉണ്ട്. അതുകൊണ്ടാണ് കൈസറെ ഞങ്ങൾക്ക് രാജാവായിട്ടുള്ളൂ എന്ന് പറഞ്ഞത്. കൈസറാണ്, കൈസറിന് കരം കൊടുക്കണം. അപ്പം ഒരുത്തനുണ്ട്. സ്തോത്രം. മറ്റവൻ ഇതുവരെയും വന്നിട്ടില്ല. എതിർ ക്രിസ്തു ഇതുവരെയും വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞൂന്നിരിക്കണം. എത്ര നാൾ? 7 വർഷം ഇരിക്കണം. കുറഞ്ഞൂന്നിരിക്കണം. 7 വർഷം ഇവിടെ ഭരണം നടക്കും. സ്തോത്രം. അതിന്റെ 11ാമത്തെ വാക്യം നോക്കിയേ. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8ാമത്തവനും 7 പേരിൽ ഉൾപ്പെട്ടവനും തന്നെ അവൻ നാശത്തിലേക്ക് പോകും. അവൻ നാശത്തിലേക്ക് പോകുന്നു. ആരാ നാശത്തിലേക്ക് പോകുന്നു? എതിർ ക്രിസ്തുവാ. അപ്പൊ 8ാമത്തവനും തല 7 രാജാക്കന്മാരാണ്. 8ാമനായി എതിർ ക്രിസ്തു എന്ന മൃഗം വെളിപ്പെടും. അവൻ നാശത്തിലേക്ക് പോകും. 12ാം വാക്യം. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ, അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോടൊന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരത്തിലിരിക്കും. എതിർ ക്രിസ്തുവിന്റെ ഭരണം തുടങ്ങുമ്പോൾ 10 പ്രധാന രാജാക്കന്മാരുടെ ഒരു ഫെഡറേഷൻ ഉണ്ടാകും. അന്ന് ഒരു കറൻസി ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ കറൻസി നീക്കിക്കളയും. കാരണം അവന്റെ മുദ്രയുള്ളവർക്ക് മാത്രമേ പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. സാത്താനാൽ നിയന്ത്രിക്കപ്പെടുന്ന 10 രാജാക്കന്മാർ. സ്തോത്രം. മൃഗമെന്ന് പറയുന്നിടത്തെല്ലാം എതിർ ക്രിസ്തു എന്ന് വായിച്ചോണം. സ്തോത്രം. അവർ ഒരേ അഭിപ്രായമുള്ളവർ. നമുക്കറിയാം. സ്തോത്രം. ഇപ്പോൾ സ്തോത്രം മോഡി പറയുന്നത് തന്നെയാണ് അമിത്ഷാ പറയുന്നത് തന്നെയാണ് മോഡി. ഒരേ അഭിപ്രായമാണ്. നല്ല ഈ സമയത്ത് പഠിക്കാൻ പറ്റിയതാ വെളിപ്പാട് പുസ്തകം. നമ്മുടെ ഇന്ത്യയിലേക്ക് നോക്കിയാൽ മതി. ഇതിന്റെ ഒരു ശരിയായ ഒരു മോഡൽ അവിടെ കാണാൻ കഴിയും. സ്തോത്രം. ചെയ്യുന്നതെല്ലാം പൈശാചികം. നോട്ട് നിരോധനം. ലോകത്തിന് ഇന്ത്യക്ക് എന്തോ പ്രയോജനം വന്നു. പശുവിനെ ആരാധിക്കുന്നു. എത്രയോ പേർ മരിച്ചു. സ്തോത്രം. ഇന്ത്യയെന്ന് സ്തോത്രം പശുവിന്റെ മാംസം ഏറ്റവും കൂടുതൽ ലോകത്തിൽ കയറ്റി അയക്കുന്ന രാജ്യം അവിടെയാണ്. പക്ഷെ അതിനെ കൊല്ലാൻ പാടില്ല. അവിടെ ആരും ഭക്ഷിക്കാൻ പാടില്ല. നിങ്ങൾ നോക്കണം, ഓരോന്നും നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഭരണകൂടത്തിന് വേണ്ടി. ദൈവമേ, അന്യജാതിക്കാരനോ പിശാചോ അല്ല ഞങ്ങളെ ഭരിക്കേണ്ടത്. പിശാചിന്റെ നിയന്ത്രണത്തിലുള്ള ഭരണകർത്താക്കളല്ലോ. ദൈവത്തെ ഭയപ്പെടുന്നവർ ഭരണകർത്താക്കളായിരിക്കട്ടെ. 13ാമത്തെ വാക്യം നോക്കണം. 13ാമത്തെ വാക്യം നോക്കിയേ. ഇവർ ഒരേ അഭിപ്രായമുള്ളവർ തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. കണ്ടോ? തങ്ങളുടെ ശക്തിയും അധികാരവും ഈ മൃഗത്തിന് എതിർ ക്രിസ്തുവിന് കൊടുക്കുകയാ. നിങ്ങൾ നോക്കിയേ. ആരെങ്കിലും എന്തെങ്കിലും എതിർ പറയുന്നു? കോൺഗ്രസ് പോലും ഈ നോട്ട് നിരോധനത്തിനോ ഇതിനൊന്നും അവർക്ക് എതിര് പറയുവാനില്ലായിരുന്നു. നിങ്ങൾ നോക്കണം. രാവിലെ തൊട്ട് വയ്യോളം തൊപ്പിപ്പാള വെച്ച് കിളച്ച, ഇന്നങ്ങനെ കുറവാണെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവന് കിട്ടിയ പൈസ അവൻ വീട്ടിൽ കൊണ്ട വെച്ചു. വിറ്റോസ് രാവിലെ അറിയുന്നു ആ പണത്തിന് വിലയില്ല. സ്തോത്രം. എന്തുകൊണ്ട് നീ ഇത് ചെയ്തു? നീ ആരോട് ആലോചിച്ചു? എന്താ കാര്യം? എന്നെ അനുകൂലിക്കുന്നവരാ എല്ലാവരും എന്റെ വ്യാപാരത്തിലാ, എന്റെ അധീനതയിൽ നിൽക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം അതിന്റെ അടുത്ത വാക്യം വായിക്കാം. അവർ കുഞ്ഞാടിനോട് പോരാടും. താൻ കർത്താതി കർത്താവും രാജാതി രാജാവും ആകൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടിയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. നോക്കണം. ഇവരെ പോരാടുന്നത് മൊത്തം ഞാൻ യൂദായുടെ ലേഖനം നമ്മൾ പഠിച്ചപ്പോൾ പറയാനിടയായി. അവർ മൊത്തം യേശുക്രിസ്തുവിനോട് വെളിച്ചത്തോടാ പോരാടുന്നത്. എന്താ കാര്യം? വെളിച്ചമുള്ളിടത്തോളം ഇരുട്ടിന്റെ പ്രവൃത്തി നടക്കത്തില്ല. അവർക്ക് ഇരുട്ട് വേണം, അനീതി ചെയ്യുന്നവർ വേണം.
അവരുടെ പ്രവൃത്തിയോട് യോജിക്കുന്നവർ വേണം. സ്തോത്രം. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? കുഞ്ഞാടിനോട് പോരാടും. അവിടെ കുഞ്ഞാടിനോട് പോരാടും എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത് കണ്ടോ? കുഞ്ഞാട് തന്നെ ജയിക്കുമെന്നല്ല പറഞ്ഞത്. കുഞ്ഞാടും അവനോടുകൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. ജയിക്കണം. യേശു കർത്താവ് നമ്മളെ കാണുന്നത് എങ്ങനെയാണ്? ദൈവവേദനെ ഈ ദുഷ്ടപിശാചിനോട്, ഈ എതിർ ക്രിസ്തുവിനോട്, ഈ അനീതിയോട് പോരാടുവാൻ ഇന്ന് നീ അല്പമായിട്ടിരുന്നു പ്രാർത്ഥനയിൽ പോരാടുന്നുണ്ടെങ്കിൽ അന്ന് നീ ആശ്ചര്യമായി യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ഈ ദുഷ്ടനോട് യുദ്ധം ചെയ്യും. നീ അത് വിശ്വസിക്കണം. അവൻ കർത്താവും അവൻ രാജാവുമാണ്. ഈ ലോകത്തിൽ എത്ര രാജാക്കന്മാരുണ്ടാകട്ടെ, അവരെക്കാളൊക്കെ അവൻ വലിയവനാണ്. അവൻ കർത്താവാണ്. ഇന്നു രാത്രിയിൽ സ്തോത്രം നെഞ്ചത്ത് കരം വെച്ചിട്ട് പറയേ, ഈ കർത്താവ് എന്റെ കർത്താവാണ്, അവൻ എന്റെ രാജാവാണ്. കൈ ഉയർത്തിപ്പടെ, അവൻ എല്ലാ കർത്താക്കന്മാരെക്കാൾ, എല്ലാ രാജാക്കന്മാരെക്കാൾ അവൻ വലിയവനാണ്. സ്തോത്രം. വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരുമായുള്ളവർ. അടുത്ത വാക്യം നോക്കിക്കേ, 15-ാം വാക്യം. സ്തോത്രം. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശിയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. ആമീൻ. ഞാൻ അത് നമ്മൾ വായിച്ചതാ. നോക്കണം, 14-ാം അധ്യായം. എത്രയെല്ലാം പിശാച് പ്രവർത്തിച്ചാലും സ്തോത്രം. ആ 14-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് വാക്യം നോക്കിക്കേ, വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവനെ ജയിക്കും. എന്തു വന്നാലും ദൈവത്തിന്റെ പക്കൽ അനീതി കൊണ്ട് അവൻ ഒരു ദുഷ്ടനെ ജയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവന്റെ വിശുദ്ധ മാർഗത്തിലാണ് അവൻ ദുഷ്ടനെ ജയിക്കുന്നത്. അതേ ആയുധമായിരിക്കണം ദൈവമക്കൾ. നന്മയാൽ തിന്മയെ ജയിക്കണം. സ്തോത്രം. 15-ാം വാക്യം നമ്മൾ വായിച്ച, പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശിയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരവും ജാതികളും ഭാഷയുമത്രേ. 16-ാമത്തെ വാക്യം. നീ കണ്ട 10 കൊമ്പും മൃഗവും വേശ്യയെ ദേശിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയും, അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും. നിങ്ങളും ഈ വേശ്യ പ്രവൃത്തി എന്ന് പറയുന്നത് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് അന്യദേവന്മാരെ ആരാധിക്കുന്നത്. അതിന് ഒത്തിരി റെഫറൻസ് ഉണ്ട്. അന്യദേവന്മാർ, ജീവനുള്ള സത്യദൈവത്തെ വിട്ട് ആരാധിക്കുന്ന പ്രവൃത്തിയാണ്. സ്തോത്രം. ഹോശേയ പ്രവചനത്തിലൊക്കെ ദൈവം അതുകൊണ്ടാണ് നീ ഹോശേയയോട് ദൈവം പറയുന്നത്, നീ പരസംഗം ചെയ്യുന്ന ഒരു സ്ത്രീയെ പോയി വിവാഹം ചെയ്യാൻ പറയുന്നു. ദേശം എന്നെ വിട്ട് പരസംഗം ചെയ്തിരിക്കുന്നു, ജീവനുള്ള ദൈവത്തെ വിട്ട് പരസംഗം ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ വേശ്യ പ്രവൃത്തി എന്നും പരസംഗം എന്ന് പറയുമ്പോൾ സത്യദൈവത്തെ വിട്ടുപോകുന്നതാ. അപ്പൊ നമ്മൾ സത്യദൈവത്തെ വിട്ട് ഒരു സ്തോത്രം മുഹൂർത്തം നോക്കാൻ പോകുമ്പോൾ, നമ്മൾ ആഭിചാരം ചെയ്യാൻ പോകുമ്പോൾ, സ്തോത്രം നാം പരസംഗം ചെയ്യുന്നവരാ, നാം വേശ്യപ്രവൃത്തി ചെയ്യുന്നവരാ ദൈവത്തോട്. സ്തോത്രം. അപ്പൊ മൃഗതം എന്ന എതിർ ക്രിസ്തുവും സ്തോത്രം അവനെ സപ്പോർട്ട് ചെയ്യുന്ന രാജാക്കന്മാരും ഈ പട്ടണത്തെ 16-ാമത്തെ വാക്യം നോക്കി, ഈ പട്ടണത്തെ ദ്വേഷിക്കും. 16-ാമത്തെ വാക്യം നോക്കിയേ, നീ കണ്ട 10 കൊമ്പ് മൃഗവും വേശ്യയെ ദ്വേഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയും, അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും. നോക്കണം, ഈ അവസാനം നോക്കിയേ, പിശാച് എത്ര പിടിച്ചു വെച്ചാലും സംഭവങ്ങൾ നിങ്ങൾ നോക്കിയേ. നീ കണ്ട 10 കൊമ്പും മൃഗവും, ഇപ്പൊ 10 രാജാക്കന്മാരും എതിർ ക്രിസ്തുവും വേശ്യയെ ദ്വേഷിക്കുമെന്ന്, ഈ പട്ടണത്തെ ദ്വേഷിക്കുമെന്ന്, ഈ പട്ടണത്തിന്റെ മ്ലേച്ഛതയെ ദ്വേഷിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ എതിർ ക്രിസ്തുവും 10 രാജാക്കന്മാരും ഈ പട്ടണത്തെ എന്ത് ചെയ്യും? ഉന്മൂലനാശം അവരിൽ കൂടെ തന്നെ വരുത്തും. കർത്താവ് പറഞ്ഞു, നിന്റെ നാവ് കൊണ്ട് തന്നെ ഞാൻ നിന്നെ വിധിക്കുമെന്ന്. സ്തോത്രം. ഈ പട്ടണത്തെ ദ്വേഷിക്കുമെന്ന്. ശൂന്യവും സ്തോത്രം നഗ്നയുമാക്കി, കള്ള എന്ന് പറഞ്ഞാൽ സ്തോത്രം അവ അതിന്റെ കള്ളത്തരമെല്ലാം പുറത്തു കൊണ്ടുവരുമെന്ന്. എന്നിട്ട് പട്ടണത്തിന്റെ പുഷ്ടി കൈക്കലാക്കി എന്ത് ചെയ്യും? കൊള്ളയടിക്കും. എന്നിട്ട് തീയിട്ട് ചുട്ടുകളയും. ഈ പട്ടണത്തിന്റെ ന്യായവിധി വരേണ്ടതിന് തന്നെ
സ്തോത്രം. വിശുദ്ധന്മാരുടെയും ക്രിസ്തുവിന്റെ സാക്ഷ്യമുള്ളവരുടെയും രക്തം കുടിച്ച് അവരെ മുടിച്ചു കളഞ്ഞ പട്ടണത്തിന് നാശം വരികയാണ്. അവരിൽ കൂടെ തന്നെ നാശം വരികയാണ്. സ്തോത്രം. അവരിൽ കൂടെ തന്നെ നാശം വരികയാണ്. സ്തോത്രം. സ്ത്രീയെ തിന്നുകളയുമെന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ ധനവും രാജ്യവും എതിർ ക്രിസ്തു പിടിച്ചടക്കുമെന്ന്. സ്തോത്രം. അതിന്റെ അടുത്ത വാക്യം നോക്കിയേ. ദൈവത്തിന്റെ വചനം നിവൃത്തിയാകുവോളം തന്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളുടെ രാജ്യത്വം മൃഗത്തിന് കൊടുപ്പാനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നി. കണ്ടോ, ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചത് കൊണ്ടാണ്. ദൈവത്തിൽ അങ്ങനാണെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ തോന്നിച്ചിട്ടാണ്, പിതാവ് ആകർഷിച്ചത് കൊണ്ടാണ് നാം പുത്രനിലേക്ക് വന്നത്. പരിശുദ്ധ പിതാവേ, നീ എന്നെ ആകർഷിച്ചത് കൊണ്ട്, എന്നെ പുത്രനിലേക്ക് അടുപ്പിച്ചത് കൊണ്ട് ഞാൻ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. ദൈവം ആ 10 രാജ്യങ്ങളിൽ രാജാക്കന്മാരുടെ ഹൃദയത്തെ തോന്നിച്ചു. എന്ത് തോന്നിച്ചു? തങ്ങളുടെ രാജ്യത്വവും അവരുടെ അഭിപ്രായത്തോട് യോജിക്കാനും അവരുടെ ഹിതമൊക്കെ ചെയ്യുവാൻ ദൈവം തോന്നിച്ചു. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വ്യക്തിയിലായിരിക്കും ദുഷ്ടചിന്ത വരുന്നത്. അവൻ പറയുന്നത് ശരിയാണെന്ന് മറ്റുള്ളവർ, അതിന് ന്യായവിധിക്ക് യോഗ്യരായവരുടെ ഹൃദയത്തിൽ തോന്നും ആ വ്യക്തി സത്യമാണ്. ഇന്ന് ലോകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 10, 20, 30 വർഷം നടത്തുന്ന ദൈവദാസന്മാരിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ചിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി എതിർത്ത് നിൽക്കും. അവരോടുകൂടെ ചിലരും എന്ത് ചെയ്യും? ചേരുന്നു. എന്നാൽ 20, 30, 50 വർഷം നിന്നെ നടത്തി നിനക്ക് വേണ്ടി മുട്ടുമടക്കി കണ്ണുനീരോട് പ്രാർത്ഥിച്ചതാണെന്ന് ഓർക്കാതെ നീ വിശ്വസ്തതയല്ലാത്തത് കൊണ്ട് നിന്റെ ഹൃദയത്തിൽ ദൈവം തോന്നിക്കുകയാണ് ഇവൻ പറഞ്ഞ ആശയത്തോട് ചിന്തിക്കാൻ. സത്യം വിശ്വസിക്കായികൊണ്ട് പോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ ആത്മാവിനെ ദൈവം കൊടുത്തു. നോയിക്കേ, നിങ്ങളിവിടെ നോയിക്കേ. സ്തോത്രം. അവരുടെ ഹിതത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ഒടുവിൽ അവർക്ക് മനസ്സിലായി, അവരെല്ലാം ഒന്നിച്ചെന്ത് ചെയ്തു? നശിച്ചു. അവരിൽ കൂടെ തന്നെ സ്തോത്രം ആര് നേതൃത്വം കൊടുത്തോ, ആര് എതിർ ക്രിസ്തുവിന്റെ മുകളിലിരുന്ന ഈ പട്ടണത്തെ എതിർ ക്രിസ്തുവും 10 രാജാക്കന്മാരും തന്നെ അതിനെ ഉന്മൂലനാശം വരുത്തും. ആരതിന് നേതൃത്വം കൊടുത്തോ അവരിൽ കൂടെ തന്നെ. ഇതെല്ലാം ലോകത്തിൽ കാണുന്ന പ്രവൃത്തിയാ. അതുകൊണ്ടാണ് നാം ദൈവത്തെ ഭയപ്പെടണം. നാം ദൈവത്തെ ഭയപ്പെടണം. എനിക്ക് വിവേചനം തരണമേ എന്ന് പറയേണ്ടത്. സ്തോത്രം. നമ്മളിൽ കൂടെ തന്നെയാണ് ദൈവം വിധിക്കുന്നത്. നിങ്ങൾക്കറിയാമോ? സ്തോത്രം. ശൗല് അവൻ ദൈവമല്ല, അവൻ അവന്റെ സ്വന്തം വാളിൽ വീണു തീർന്നു. സ്വന്തം വാളിൽ തന്നെ വീണു. അവൻ അഭിഷക്തനായ ദാവീദിന്റെ പുറകെ കൊണ്ട നടന്ന ആ കുന്തത്തിൽ തന്നെ അവൻ തന്നെ വീണു തീർന്നു. യൂദ അവൻ തന്നെ കയറിൽ തൂങ്ങി. സ്തോത്രം. ഇപ്പൊ ഇവിടെ നോക്കിക്കോണം. ഈ എതിർ ക്രിസ്തുവും 10 രാജാക്കന്മാരും ഈ പട്ടണത്തിനെതിരായി തിരിഞ്ഞു. എന്ത് ചെയ്തു? അവരുടെ അനാവൃതമാക്കി നഗ്നത പുറത്തു കൊണ്ടുവന്നു. എന്ത് ചെയ്തു? മൃഗത്തെ സ്തോത്രം ദൈവം അവരുടെ ഹൃദയത്തെ തോന്നിച്ചത് കൊണ്ടാണ്. എന്നാൽ അതിനെ എന്ത് ചെയ്തു? നശിപ്പിച്ചു കളയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണം. മൃഗവും വേശ്യയെ ദ്വേഷിച്ചു, ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളഞ്ഞു. അവളെ തീയിട്ട് ദഹിപ്പിക്കുകയും ചെയ്യും. ദൈവം അത് മുന്നമേ പറയുകയാണ്. സ്തോത്രം. നോക്കണം. അതിന്റെ അവസാനം പറയുകയാണ്, നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരം തന്നെ. സ്തോത്രം. ദൈവവേദല് ദൈവത്തിന്റെ വചനം എത്ര ശ്രേഷ്ഠമാണ്. സ്തോത്രം. ദൈവത്തിന്റെ കാര്യപരിപാടി ഇത് ആത്മീയമായി റോമിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. റോമിലുള്ള മ്ലേച്ഛതയും റോമിലുള്ള ആധിപത്യവും എല്ലാം അവിടെയാണ് വരുന്നത്. ഇനിയും റോമാ സാമ്രാജ്യം ഇനിയും ഒന്നുകൂടെ എഴുന്നേൽക്കും. അത് എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ വരും. രാജ്യങ്ങളെല്ലാം അതിന് സപ്പോർട്ട് ചെയ്യും. 18-ാം അധ്യായം എന്ന് പറയുന്നത് അവിടെ അതിന്റെ ആശ്ചര്യമായ ബാബിലോണിനെ കുറിച്ചാ. അവിടെ നടക്കുന്ന മ്ലേച്ഛതയും അവിടെ നടക്കുന്ന ബിസിനസ്സും അതിന് ഏറ്റവും കൂടുതൽ വ്യാപാരമാണ്. മനുഷ്യന്റെ പ്രാണൻ വരെ വിൽക്കുന്ന സ്ഥലമായി മാറിയ സ്ഥലമാണ്. സ്തോത്രം. അതിലേക്ക് നമുക്ക് പിന്നീട് ചിന്തിക്കാം. 18-ാം അധ്യായവും ഈ ബാബിലോണിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്.
ഈ 2 അധ്യായമാണ് അതിനുവേണ്ടി വേർതിരിച്ചിരിക്കുന്നത്. സ്തോത്രം. ഇന്നേ രാത്രികാലം നമ്മുടെ കണ്ണുകളെ ദൈവത്തിൽ അടയ്ക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുണയാണ് നമ്മളെ പിതാവെങ്കിലേക്ക് ആകർഷിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മെ സമർപ്പിച്ച് സ്തോത്രം കർത്താവേ, ഈ വചനമൊക്കെ മനസ്സിലാകുമ്പോൾ ഞങ്ങൾ തന്നെ പരിശോധിക്കുവാൻ പിതാവ് ആകർഷിച്ചു. സ്തോത്രം. ഈ രാജാക്കന്മാരുടെ ഹൃദയം വശീകരിച്ചതുപോലെ ഞങ്ങളുടെ ഹൃദയം ഞങ്ങളുടെ പിതാവിന് കർത്താവിലേക്ക് ആകർഷിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രി ഞങ്ങളെ പൂർണ്ണ ഹൃദയത്തോട് സമർപ്പിക്കുന്നു. ഒരു നിമിഷം നമ്മെ സമർപ്പിച്ച് പൂർണ്ണ ഹൃദയത്തോട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. കർത്താവെ, ഞാൻ അങ്ങയെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കുന്നു. എന്നിൽ ദൈവഹിതമില്ലാത്തൊരാഗ്രഹം വരരുതേ, ഒരു ചിന്ത വരരുതേ. കർത്താവെ, ഞാൻ അങ്ങനെ ഒന്നും വശീകരിക്കപ്പെട്ടു പോകാൻ, എന്റെ തലമുറകൾ വശീകരിക്കപ്പെട്ടു പോകാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് കണ്ണുകളെ അടച്ച് നമ്മെ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം.